ക്രിമിനലുകളെ എല്ലാം വകവരുത്തി യു.പി. പോലീസ്. ഏറ്റുമുട്ടലിൽ ഏകദേശം 220 ക്രിമിനലുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് യു.പി. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലായി നടന്ന പോലീസ് ഏറ്റുമുട്ടലിൽ 220 കുറ്റവാളികൾ കൊല്ലപ്പെട്ടതായും 822 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2017 മുതലുള്ള കണക്കുകളാണ് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന അറിയിച്ചിരിക്കുന്നതും. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാണ് യോഗി സർക്കാർ എന്ന് മന്ത്രി എടുത്തു പറഞ്ഞു. കുറ്റകൃത്യങ്ങൾക്കെതിരെ സഹിഷ്ണുതയില്ലാത്ത നയമാണ് സ്വീകരിച്ചത്. കുറ്റവാളികൾ, ഗുണ്ടാ സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ എന്നിവർക്കെതിരെ ശക്തമായ പ്രചരണമാണ് യു.പി. സർക്കാർ നടത്തിയിട്ടുള്ളത്. 2017 മാർച്ച് 20-നും 2025 ജനുവരി 23-നും ഇടയിൽ നിരവധി നൊട്ടോറിയസ് ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 68 മാഫിയ ക്രിമിനലുകൾക്കെതിരെ കേസെടുത്തു. ഇതിൽ 73 കേസുകളും ശിക്ഷ ഉറപ്പാക്കി. ഇവയിൽ 31 പേർ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിക്കപ്പെട്ടതും 2 പേർക്ക് വധശിക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ 27,425 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പോക്സോ വകുപ്പ് പ്രകാരം 11,254 കേസുകളും രജിസ്റ്റർ ചെയ്തു. 3,775 സ്ത്രീ പീഡന മരണങ്ങളിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കി ഇരയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കിയെന്നും ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. അതേസമയം യു.പിയിൽ യോഗി സർക്കാർ കൈക്കൊള്ളുന്ന ഭരണ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതു പാതിരാത്രിക്കും ഒരു പെൺകുട്ടിക്ക് ധൈര്യമായി ആ പൊതുനിരത്തിലൂടെ തന്നെ ഇറങ്ങി നടക്കാനുള്ള ധൈര്യം യോഗി നൽകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അക്രമ സ്വഭാവങ്ങൾ അടക്കം കുറവാണ്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ തന്നെ അതിനെ വേരോടെ തന്നെ തുടച്ചു നീക്കുകയും ചെയ്യും. ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേളയിൽ പോലും ഒരു അനിഷ്ട സംഭവങ്ങളും നടത്താൻ അദ്ദേഹം സമ്മതിക്കില്ല എന്നതിന്റെ തെളിവ് കൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട ഓരോ നടപടിയും സൂചിപ്പിക്കുന്നത്. മഹാകുംഭമേളയിൽ അമൃത സ്നാനത്തിനിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരാണ് എന്ന് സംശയിക്കുന്ന 120 പേരെ തിരിച്ചറിയുവാനും കണ്ടെത്തുവാനുമുള്ള ശ്രമവുമായി യോഗി സർക്കാർ രംഗത്ത് വന്നിരുന്നു. മഹാകുംഭമേളയിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ തിക്കും തിരക്കും കൃത്യമായി ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും തെളിയിക്കുന്ന 2 വീഡിയോകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒന്ന്, DYSP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാത്രി 1:30 മണിക്ക് ഭക്തരെ കുളിക്കാൻ നിർബന്ധിക്കുന്ന വീഡിയോയാണ്. സാധാരണ മൗനി അമാവാസ്യ നാളിലെ അമൃത സ്നാനത്തിന് പോകേണ്ട എന്ന് ബ്രഹ്മമുഹൂർത്തമായ 3:30 മണിയോടെയാണ് എന്ന് ഭക്തർക്ക് ഒരു ധാരണയുണ്ട്. അതിനിടയിലാണ് വേഗം പോയി കുളിക്കുക അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് നിർബന്ധിക്കുന്ന പോലീസുകാരന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നതും. അത് ബോധപൂർവം തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള തന്ത്രമാണ് എന്ന് കരുതപ്പെടുന്നതും. രണ്ടാമത്തെ വീഡിയോ ആകട്ടെ 15ഓളം ചെറുപ്പക്കാർ തിരക്കിട്ട് വന്ന് ബാരിക്കേഡിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ്. ഇവരിൽ ഒരാൾ ബാരിക്കേഡിന്റെ ഒരു ഭാഗം പൊളിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത് തിക്കും തിരക്കും ഉണ്ടായി എന്ന് വരുത്തി ഭക്തർക്കിടയിൽ ഭീതി പരത്താനുള്ള ശ്രമമായിരുന്നുവെന്നും കരുതപ്പെടുന്നുണ്ട്. ഈ 2 വീഡിയോകളും യു.പി. പോലീസ് പഠിച്ചു വരികയാണ്. മൂന്നാമത്തെ ഒരു വീഡിയോ മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ചെടുത്ത് പുഴയിൽ എറിയാൻ പറയുന്ന യുവാക്കളുടെ വീഡിയോ ആണ്. അതുപോലെ തന്നെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അന്വേഷണം നടന്നു വരികയാണ്. ഇതുപോലെ തന്നെ വേറെ വീഡിയോകളും ലഭ്യമായിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇത് യു.പി. പോലീസ് രഹസ്യമായി സൂക്ഷിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഒട്ടേറെ ദൃക്സാക്ഷി മൊഴികളും പോലീസിന്റെ പക്കലുണ്ട്. അതിൽ ഒന്ന്, ചെങ്കോടി പിടിച്ചുകൊണ്ട് ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി ഭീതി സൃഷ്ടിച്ചു എന്ന മൊഴിയാണ്. ആരാണ് ചെങ്കൊടി പിടിച്ച യുവാക്കളെന്നും അത് നക്സലൈറ്റുകളാണോ അതോ കമ്മ്യൂണിസ്റ്റുകൾ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു ചിലർ നടത്തിയ ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണോ എന്നൊന്നും ഇതുവരെയും വെളിവായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.